ജനങ്ങൾ തള്ളിക്കളഞ്ഞ കോൺഗ്രസ് പ്രീണന നയം തുടരുകയാണെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവരുടേത് തന്നെയാണോ അതോ മുസ്ലിം ലീഗിന്റേതോ എന്നാണ് സംശയം. പ്രീണന നയം പിന്തുടരുന്നതിൽ കോൺഗ്രസ് വിശദീകരണം നൽകണമെന്നും ജെ.പി. നദ്ദ പറഞ്ഞു. कांग्रेस पार्टी को जनता ने बार बार नकारा है, लेकिन इसके बावजूद भी कांग्रेस पार्टी तुष्टीकरण की राजनीति से पर आमदा है और तुष्टीकरण की राजनीति से बाज नहीं आ रही है। मैंने कांग्रेस के मैनिफेस्टो को देखा, मुझे आश्चर्य हुआ कि यह कांग्रेस पार्टी का मैनिफेस्टो है या मुस्लिम लीग का मैनिफेस्टो है। देश को बांटने के लिए और सत्ता को हथियाने के लिए कहां तक कांग्रेस पार्टी जा सकती है, इसका अंदाजा नहीं लगाया जा सकता। जिस मुस्लिम लीग ने 1929 में धर्म के आधार पर आरक्षण की बात कही थी, आज उसी बात को कांग्रेस पार्टी दोहरा रही है। यानी सत्ता की लोलुपता में, सत्ता के लालच में देश को कहां पहुंचाएगी कांग्रेस पार्टी, इसका अंदाजा लगाना भी मुश्किल है। വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, എന്തായാലും കൃത്യമായ വിമർശനങ്ങൾ ജെ.പി. നദ്ദ ഉന്നയിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് നേരെ. ശരിയാണ്, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ശ്രീ ജെ.പി. നദ്ദ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റേതാണോ മുസ്ലിം ലീഗിൻ്റേതാണോ എന്ന സംശയമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇതും കാലങ്ങളായി കോൺഗ്രസ് പിന്തുടർന്നു വരുന്ന ഇത്തരം നയങ്ങളുടെ ഒരു പിന്തുടർച്ച എന്നോണം വേണം ഇതിനെ കാണേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് എത്ര കാലം ഈ നയം പിന്തുടരും എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിൻ്റേതാണോ മുസ്ലിം ലീഗിൻ്റേതാണോ എന്നതിലുപരി മുസ്ലിം ലീഗ് ആദ്യമായി മുസ്ലിം ലീഗ് പിന്തുടർന്ന 1929 മുസ്ലിം ലീഗ് പിന്തുടർന്നിരുന്ന ഒരു നയമുണ്ട്. ഈ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുക എന്ന നയം. ഈ വിഭജിക്കുക എന്ന നയത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് കോൺഗ്രസ് പിന്തുടരുന്നത്. സബ്കാ സത്ത് സബ്കാ വികാസ് എന്ന രീതിയിൽ BJP മുന്നോട്ട് പോകുമ്പോഴും ഇത്തരമൊരു നയമാണ് കോൺഗ്രസ് പിന്തുടരുന്നതെങ്കിൽ ഈ രാജ്യത്തെ എവിടെ എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ് ഇത്തരമൊരു ജാതീയമായ വിഭജനത്തിലൂടെ ഭാരതത്തെ തകർക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വളരെ കൃത്യമായൊരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുകയാണ്, കോൺഗ്രസ് UCC പോലുള്ള നയങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെൻറ് പിന്തുടരുമ്പോൾ ഇത്തരത്തിലുള്ളതായ പ്രീണന നയങ്ങൾ, ഇത്തരത്തിലുള്ള വിഭജന നയങ്ങൾ രാജ്യത്തെ ഒരു കാലത്തും ഒരിക്കലും മുന്നോട്ട് നയിക്കില്ല, അത് പിന്നോട്ട് മാത്രമേ നയിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു.